മാപ്രകളുടെ ക്ഷുഭിതനായി എന്ന വാക്ക് വീണ്ടും പൊന്തി വന്നിട്ടുണ്ട്. ആരോടായിരിക്കും? സ്വാഭാവികം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തന്നെയാണ്. കാര്യം കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. കാര്യം കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. മേനോൻ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയുള്ള വാക്കോ ധാർഷ്ട്യമോ ധിക്കാരമോ എന്ത് കാണിച്ചാലും വാലാട്ടി നിൽക്കുന്നവർക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കുറിച്ച് ഇന്നലകളിൽ എന്ത് പ്രചരിപ്പിച്ചിരുന്നോ ഇന്നും ആ വാക്കൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ അവർക്ക് താല്പര്യം പിണറായി വിജയന് നേരെയാണ്. ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് കൂടി നിങ്ങൾ നോക്കണം. അതായത് എന്തെങ്കിലും വിഷയത്തിൽ മാധ്യമങ്ങളോട് പറയാനുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ പിണറായി വരാറുണ്ട്. അല്ലാതെ എല്ലായിടത്തും സതീശനൊക്കെ ചെയ്യുന്നത് പോലെ മൈക്ക് കണ്ട ഓടി ചെല്ലുന്ന സ്വഭാവമല്ല. ഇന്നലകളിൽ എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴുമെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ കാറിന്റെ ഡോർ അടയ്ക്കാൻ അനുവദിക്കാതെ ഇടംചെറുപ്പുണ്ടാക്കിക്കൊണ്ട് മൈക്ക് കുത്തിക്കയറ്റിയത്. അപ്പോൾ ഒന്ന് പ്രതികരിച്ചു. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് പ്രതികരണമുണ്ടോ? നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. കണ്ടില്ലേ? ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരാൾക്ക് പ്രതികരണം നടത്താനുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കും. എല്ലാ ദിവസവും രാവിലെ വന്ന് മുടങ്ങാതെ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടേതായ വാർത്തകളുടെ ഇരയാക്കിയതുപോലെ അല്ലെങ്കിൽ അതിന്റെ കഥാപാത്രമാക്കിയതുപോലെ പിണറായിയെ കിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ അയാൾക്ക് താല്പര്യവുമില്ല. ആ താല്പര്യമില്ലായ്മ ഇന്നലകളിലും കാട്ടുന്നുണ്ട്, ഇപ്പോഴും കാട്ടുന്നുണ്ട്. കാര്യം മാധ്യമ പരിലാളന നേടിയെടുത്തുകൊണ്ട് ഇനിയിപ്പോ വീണ്ടും മാധ്യമ പരിലാളനയിലൂടെയും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും എപ്പോഴും സർക്കാരിനെതിരെ എന്തെങ്കിലും വിളിച്ചു കൂവിക്കൊണ്ട് നിറഞ്ഞു നിൽക്കാമെന്നുള്ള താല്പര്യമൊന്നുമില്ല. അയാൾ ഇന്നലകളിൽ മാധ്യമങ്ങളോട് എങ്ങനെ പുലർത്തിയിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും. ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തെല്ലാം പ്രതികരണം എന്ന പേരിൽ രാവിലെ വാർത്താ കച്ചവടക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ മാറിക്കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. ആ മര്യാദ കാട്ടാതെ അതിനോട് തിരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ക്ഷുഭിതനായി ധാർഷ്ട്യം ധിക്കാരം എന്നൊക്കെ ചാപ്പ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഭയക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ പരിലാളന തേടുന്നവർ അത് ഭയപ്പെട്ടെന്നിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് ഇന്നലകളിലും കാട്ടിയിട്ടുണ്ട്, ഇന്നും കാട്ടുന്നു, അത്ര തന്നെ. അത് പിണറായി ചെയ്യുമെന്നറിയാമെങ്കിലും അതുണ്ടാക്കി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിയെ ജനങ്ങൾക്കിടയിൽ വീണ്ടും തെറ്റിദ്ധാരണ സൃഷ്ടിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ധാർഷ്ട്യവും ധിക്കാരവും അതിനോടൊപ്പം തന്നെ കോമാളിത്തരവും കാണിക്കുന്ന കോൺഗ്രസുകാർക്കെതിരെ ക്ഷുഭിതനായെന്നോ ധാർഷ്ട്യം കാണിച്ചെന്നോ ധിക്കാരിയാണെന്നോ മേനോൻ കാണിക്കുന്ന പ്രകടനങ്ങൾ വെച്ചിട്ടും മേനോന്റെ അഭിനയവും വെച്ചിട്ട് എത്ര തവണ ഇവർ പറയാറുണ്ട്. അവിടെയാണ് പരിലാളനയും. ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടേതായിട്ടുള്ള ശൈലി കാട്ടുമ്പോൾ അതിനെ ഇകഴ്ത്താൻ പരിശ്രമിക്കുന്ന മാധ്യമ ഊളത്തരമാണ് ആ കണ്ടത്. യാത്ര ചെയ്യാൻ വണ്ടിക്കകത്ത് കയറിയ വ്യക്തിക്ക് ഒന്നും പറയാനില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഡോർ അടയ്ക്കാൻ സമ്മതിക്കാതെ മൈക്ക് കുത്തിക്കയറ്റിയ നിങ്ങളല്ല തെറ്റുകാർ, അതിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ് തെറ്റുകാരനാക്കുന്ന ഒരു വല്ലാത്ത വിസ്മയം തന്നെയാണ് കേരളത്തിലെ മാപ്രകൾ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. കാര്യം കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് പ്രതികരണമുണ്ടോ?
നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിലടക്കല്ലോ വാതിലടക്കി കാല്